ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ പ്രതിഭാസം കേരളത്തിലുണ്ടായിട്ടുണ്ട്. മാം കേട്ട് കാണും. പവർ കട്ടില്ല, വെറും നിയന്ത്രണം മാത്രമാണ്. കറണ്ട് സ്വയമായിട്ട് അങ്ങ് ഓഫായി പോവാണ്. അതെ, എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അരമണിക്കൂർ പവർ കട്ട് തന്നെയുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് കറണ്ട് പോയി. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി. ഞങ്ങൾക്ക് 11 ആ മണിക്കാണ്ടായി. കറക്റ്റ് 10:30 തിരിച്ചു വന്നു. അപ്പോൾ കറണ്ട് സ്വയമായിട്ട് അവധിയെടുക്കുന്നത് അല്ലെങ്കിൽ 10-18 ആകാം, അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് ആ ഫിക്സഡ് ടൈമിൽ. അപ്പോൾ ഞാനത് ഫേസ്ബുക്കിലിട്ടു, ആർക്കൊക്കെ ഉണർന്നിരിക്കുന്നവർ കാണാനായിട്ടിട്ട്. അപ്പോൾ എത്ര പേരാ മറുപടി അയച്ചേ, ഞങ്ങൾക്കിപ്പോൾ പോയി, ഞങ്ങൾക്ക് അപ്പോൾ പോയി. പിന്നെ ഒരു ട്രോള് വന്നിരിക്കുന്നത്, ഒരാൾ കഴിഞ്ഞൊന്നാലും എന്താണ് മുഖ്യമന്ത്രി സഖാവ് അവരുടെ ഇതൊക്കെ വെച്ചിട്ട് അരിവാൾ ചുറ്റികയുടെ ഒരു ബാനറൊക്കെ ഇട്ടിട്ടൊരു പയ്യൻ്റെ ട്രോളാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സഖാവെ, ഇലക്ഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല, ഇനിയിപ്പോൾ ഒന്നിനും എന്തും ചെയ്യാമല്ലോ, അതെ, എല്ലാം പെട്ടിയിൽ കയറിയിരിക്കുകയാണ്, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ വരുന്നുള്ളൂ, ഇനി എന്ത് വേണമെങ്കിലും പറയാം. ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഏറ്റവും നിരുത്തരവാദിത്തപരമായിട്ടുള്ളതാണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടി പറയുക. ഇലക്ഷന് മുമ്പും ഇതുപോലെ തന്നെ പവർ കട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞെന്താ, ഒരു കട്ടുമില്ല. 10 വർഷം കേരളത്തെ ഇരുട്ടാക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയൂ, കുട്ടി പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പം ഇനി അദ്ദേഹം മുഖ്യനല്ലാണ്ടായി മാറുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു ഇനി തിരുത്തുണ്ട്, ബഹുക്കുത്ത്. അയ്യോ, ബഹുകുത്ത് വേണം കേട്ടോ. പിണറായി വിജയൻ. ഇപ്പോഴും അദ്ദേഹം കരുതൽ മുഖ്യമന്ത്രിയാണ്, കരുതൽ ആഭ്യന്തരമന്ത്രിയാണ്. വീട്ടിലെത്തണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ. ഉണ്ട്, ഉണ്ട്. പവർ കട്ടിന്റെ സമയത്ത് ജയിലിൽ കിടക്കണം ഒട്ടും നല്ല കാര്യമില്ല കേട്ടോ. അല്ല. വീട്ടിൽ നമുക്കൊരു വിശറെങ്കിലും വീശിക്കൊണ്ടേയിരിക്കാം. പക്ഷേ പ്രജിത വരികയാണ്, ഈ ജനങ്ങളുടെ അവസ്ഥ ഭയങ്കര ഭയങ്കര ദുരിതത്തിലാണ്. ഇന്ന് തന്നെ എത്ര പേർക്കാണ് സൂര്യാഘാതം ഏറ്റിരിക്കുന്നത്. ആ സമയത്താണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇതുപോലെ അവർ പവർ കട്ടുകൾ ഉണ്ടാക്കുന്നത്. വീട്ടിൽ പോലും നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലെ ഇപ്പം ഒന്നാമത്തെ നിലയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇതിൽ നടക്കുന്ന ഫ്ലോർ മുഴുവൻ ചൂടാണ്. ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ താഴെ നമുക്ക് ചൂട് ആഘാതം ഏൽക്കുന്നു, കാലിൻ്റെ പാദത്തിൽ ആഘാതം ഏൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഈ ഇവിടെയുള്ള എല്ലാ, ഈവൻ നമ്മുടെ ഇടുക്കി പോലെയുള്ള ജലാശയങ്ങളിൽ വരെ അല്ലെങ്കിൽ അണക്കെട്ടുകളിൽ വരെ വെള്ളത്തിൻ്റെ നിരപ്പ് കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുക. ബാഷ്പീകരണം മൂലം, സൂര്യൻ്റെ ബാഷ്പീകരണം മൂലം പണ്ടത്തെ പോലെ കിട്ടിയിരുന്ന നമുക്ക് മഴയും കിട്ടുന്നില്ല. അതും ഒരു കാരണമാണ്, പ്രകൃതിയുടെ ഒരു കാര്യം. നോക്കുകയാണെങ്കിൽ പ്രജിത, എങ്ങനെ നമുക്കിവിടെ തണുപ്പുണ്ടാവും? അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ വെള്ളത്തിൻ്റെ ഇതേ ഇല്ല, അളവ് കുറഞ്ഞു. കാരണം എല്ലാം കോൺക്രീറ്റ് സൗധങ്ങളായി മാറി. റോഡുകൾ മാത്രം, റോഡ് കഴിഞ്ഞിട്ട് ഉള്ളൊരു ചെറിയ കാനയിൽ നിൽക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. വീടുകളിലൊക്കെ കോൺക്രീറ്റ് ഇട്ട് മുറ്റമൊന്നുമില്ല, പച്ചപ്പില്ല, ഇവൻ സ്കൈ സ്ക്രേപ്പേഴ്സിന് പോലും ഇല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ളവർക്ക്, ബാക്കിയുള്ള വീടുകളിലൊക്കെ നമുക്ക് പറയാം എന്താണ് സോളാർ ഇത് വെച്ചിട്ടുണ്ട്, വൈദ്യുതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ വലുതായിട്ട് ബാധിക്കില്ല. പക്ഷെ സാധാരണക്കാരാണ് എല്ലാത്തിൻ്റെയും എൻഡിൽ, റിസീവിങ് എൻഡിൽ നിൽക്കുന്നത് സാധാരണക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചതൊരു ചെറിയ വീട്ടിൽ, കുടുങ്ങിയ കുടിസ് പോലത്തെ വീട്ടിൽ, അല്ലെങ്കിൽ ഫാനിട്ടാൽ പോലും ഭയങ്കര ചൂടുള്ള വീടുകളാണ് അവർ താമസിക്കുന്നത്. അപ്പോഴാണ് ഈ രാത്രിയും രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഇവർ കറണ്ട് കട്ട്, അതായത് വൈദ്യുതി നിയന്ത്രണമല്ല, വൈദ്യുതി സ്വയം ഓഫായി പോകും. പിന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞത് ഉപഭോഗം കൂടുമല്ലോ, അപ്പൊ കൂടുമ്പോ അത് കൂടുതൽ ഉപഭോഗമായതുകൊണ്ട് സ്വയം കട്ടായി പോകണം. അതന്നെയാ പറയുന്നത്. അപ്പൊ ഇതെന്തെന്ന് എന്താണ് നമുക്ക് ഇവിടെ ആരാണ് വല്ലാത്തൊരു ന്യായീകരണമാണ്. അല്ല, ഇതിനൊക്കെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ തരണ്ടേ? സിസ്റ്റം കുസ്തിയും പാസ്സായ ഇവരുടെ ടീച്ചർമാർ കുറേ പേരുണ്ട്, തയ്യൽ ടീച്ചർ, ഡ്രില്ല് മാസ്റ്റർ, അവരൊക്കെ പറയുന്ന സാമാന്യ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിശദീകരണമല്ല ഇത്. പിന്നെ എന്തിനാണ് ഇവിടെ എഞ്ചിനീയർമാർക്ക് എന്തുമാത്രം രൂപ വെക്കും? ചീഫ് എഞ്ചിനീയർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അങ്ങനെ പല എഞ്ചിനീയർമാരും തനിച്ച് ഡ്രിപ്പായി, വീടുകളിൽ നമ്മൾ ഡ്രിപ്പായി പോകണം. അവർക്ക് പറയാവുന്ന പോരാളികൾക്ക്, സൈബർ പോരാളികളുണ്ടല്ലോ, ആ പോരാളികൾക്ക് പറയാവുന്ന CPM-ന്റെ സൈബർ പോരാളികൾ, അവരൊക്കെ ഇപ്പോൾ നല്ല സുഖനിദ്രയിലാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അവർ ഇത്രയും വർക്ക് ചെയ്തും ദേ പെയ്ഡ് ഫോർ ദാറ്റ്. ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കുന്നതിനും അവരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതിനൊക്കെ നല്ല തുക. അവർക്കും ഇപ്പോഴും ന്യായീകരണമുണ്ട്. അവർ പറയുന്നത് ഇതിപ്പോ സർക്കാരിന്റെ പ്രശ്നമാണോ, ചൂട് കൂടി, ഉപഭോഗം കൂടി, എന്നിട്ട് നിങ്ങൾ സർക്കാരിനോട് പറയുന്നത് എന്തിന്? ഇതിന് മുമ്പ് വരെ, ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത്
വർഷം ഇവിടെ കറണ്ട് ഉണ്ടാകാണ്ട് മുന്നോട്ട് പോയൊരു സർക്കാരുണ്ടെങ്കിൽ ആ സർക്കാരിൻ്റെ പേരാണ് പിണറായി സഖാവ് നയിച്ച എന്താണ് ആ ഗവൺമെൻറ് LDF സർക്കാർ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ എങ്ങനെ ഈ പവർ കട്ട് വന്നു. അപ്പോഴാണ് ഇലക്ട്രിസിറ്റിക്ക് മനസ്സിലായി ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഞങ്ങൾ സ്വയം ഡ്രിപ്പ് ആവണമെന്നും അല്ലെങ്കിൽ പ്രശ്നമാകുന്നു. അപ്പോൾ വാട്ട് അബൌട്ട് ദ എഞ്ചിനീയേഴ്സ് ക്വാളിഫൈഡ് സുരക്ഷ ഇലക്ട്രിസിറ്റിക്ക് സ്വയം നോക്കണം. അതാണ് ഇവരിന് നോക്കില്ല. ഞാനത് പറയാൻ പോയെന്നു പ്രതിഷേധ കൃത്യമായിട്ടത് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു. ഇനി മന്ത്രി നാഥനില്ല കളരിയാണ്, ആരോടും ആൻസറബിൾ അല്ല. ഇനി ആര് അധികാരത്തിൽ വന്നാലും 5 വർഷത്തേക്ക് എന്ത് തോന്നിയാസവും നടത്താൻ പറ്റുന്ന ഉറപ്പുള്ളത് കൊണ്ടും ആരെയും ബോധിപ്പിക്കേണ്ടതില്ലാത്തതുകൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ടൊക്കെ കയറി കടന്നു കഴിഞ്ഞു പട്ടിയിൽ. പിന്നെ ആരെയും പേടിക്കേണ്ട, എന്തെങ്കിലും വായി വരുന്നത് മിനിസ്റ്റർക്ക് പാട്ട്, കോതയ്ക്ക് പാട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസമില്ലേ മാം കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ഇലക്ട്രിസിറ്റി ഓഫീസുകളിലും വിളിച്ചിട്ടും പ്രതികരിക്കാത്തതുകൊണ്ട് ആളുകൾ അവിടെ പോയി പ്രതിഷേധിച്ചു. മെഴുകുതിരി കത്തിച്ചു കൊണ്ടുപോയി ഓഫീസേഴ്സിന് മുമ്പിൽ ഇത് വെച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്നും പറഞ്ഞ് മെഴുകുതിരി സഹിതം ആൾക്കാർ അവിടെ പോയി പ്രതികരിച്ചു. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി വേണ്ടേ? അതിന് വ്യക്തമായ ഒരു നയം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഉദാസീനാവസ്ഥയിലാണ്, ഒരു പാക്ക് ചെയ്യുന്ന ധൃതിയിലാണ്. മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ പറക്കി കൂട്ടി സ്വന്തം വീടുകളിലേക്ക് പോകുന്ന തിരക്കിലാണ് അവർ. അവിടെയൊക്കെ ഇതുണ്ടല്ലോ, സോളാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ചും രോഗികളായി കിടക്കുന്ന അവർക്ക് ഈ ചൂടുകളൊക്കെ കുഞ്ഞുങ്ങൾ സഹിക്കാൻ പറ്റില്ല. നമ്മൾ വീശുമ്പോൾ പോലും, ഒരു കടലാസ് വെച്ച് വീശുമ്പോൾ പോലും വരുന്നത് ചൂട് കാറ്റാണ്. നമുക്ക് കൊച്ചിയിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ചും കടലിൽ നിന്ന് കയറി വരുന്നത് ചൂട് കാറ്റാണ്. പിന്നെ ഇവിടെ രമ്യഹർമ്മങ്ങളാണ് നമ്മളുടെ വാക്ക് വേയിൽ മുഴുവനും, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ മുഴുവൻ രമ്യഹർമ്മങ്ങളാണ്. മേഴ്സി വില്യംസ് ഇവിടുത്തെ മേയറായിരുന്ന സമയത്ത് മാഡം പറയാം, അവർ സോഷ്യൽ ഇതിൽ PhD ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അവർ പറയേണ്ടത് ഈ കാറ്റും കൂടെ കയറി വന്നതിൻ്റെ ഉള്ളിൽ ബ്ലോക്കായി പോകും. പിന്നെ വരുന്നത് ചൂട് കാറ്റാണ്, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ചൂട് കാറ്റ് അവിടെ തന്നെ നമ്മൾ ചുറ്റും വലിയ വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സ് നിൽക്കാന്ന്, കായലിൽ നിന്ന് കയറി വരുന്ന നല്ല കാറ്റ് പിന്നെ പുറത്തേക്ക് പോകുന്നത് ചൂടിൻ്റെ ഉള്ളിൽ കിടന്ന് ചൂടായിട്ടാണ് പോകുന്നത്. അതും ഒരു പ്രതിഭാസമാണ്. ഇവിടുത്തെ ബിൽഡിംഗ് സെക്ഷനിലെ ഓഫീസേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോന്നിനും അവർ സാങ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളുടെ വൈദ്യുതി ഉപയോഗത്തിൻ്റെലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് മഴ കുറവായിരിക്കും, വേനൽ മഴ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാൽ മഴക്കാലത്തും നമുക്ക് സാധാരണഗതിയിൽ നല്ല മഴയായിരിക്കുമല്ലോ, അതും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ ചുഴികളൊക്കെ രൂപപ്പെടുന്നുണ്ട്, എൽനിനോ പ്രതിഭാസമൊക്കെ കൊണ്ട് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ നമുക്ക് വരാൻ പോകുന്നത് ദുരിതപൂർണമായ ദിനങ്ങൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആരും ഇതിനൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ട്രോൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാളുടെ തോളിൽ തലചായ്ച്ച് അയ്യോ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയെന്ന് പറയുന്നതല്ല. പക്ഷേ ഇതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കേണ്ടത് വിദ്യുച്ഛക്തി മന്ത്രിയും അതുപോലെ തന്നെ. പക്ഷേ അവരിനിയിപ്പോ ആര് ജയിക്കും, ആ ജയിക്കുന്നവരുടെ പെടലിക്ക് ഇട്ട് വെച്ച് കൊടുക്കാനാണ്. അത് രണ്ട് മുന്നണികളും അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ LDF വിചാരിക്കുമോ, ഇപ്പൊ മാം പറഞ്ഞതുപോലെ ഇനി ആരാണെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കാന്നുള്ളതായിരിക്കും. പറയാൻ പറ്റില്ല. ഇത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം പെട്ടെന്ന് വന്നൊരു ഗവൺമെൻറ്റിന് മാറ്റാൻ പറ്റില്ല. അതിൻ്റേതായ പ്രോസസ്സ് ഉണ്ട്. കണ്ടിന്യൂഷൻ 5 കൊല്ലം ഒരുപോലെ 5 കൊല്ലം ഒരുപോലെ ആണെങ്കിലും ഇപ്പോൾ LDF ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഇവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വന്നു. UDF LDF അങ്ങനെ മാറിയാണല്ലോ വരുന്നത്. ഇപ്പോൾ നമ്മളുടെ എന്താണ് മുനമ്പം തുറമുഖം തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്, അവസാനിപ്പിച്ചത് പിണറായിയുടെ കാലത്തും. അതുപോലെ തന്നെ നമ്മളുടെ റെയിലുണ്ടല്ലോ, മെട്രോ റെയിൽ, കൊച്ചിൻ മെട്രോ റെയിൽ തുടങ്ങിയത് ഒരു സമയത്താണ്, പക്ഷെ അവസാനിച്ചത് പിണറായി സഖാവിൻ്റെ സമയത്താണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിനും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഗവൺമെൻറ്റാണ്, ആളുകൾ മാറുന്നേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങൾ നന്നായി നടക്കണമെന്ന് എല്ലാ സർക്കാരുകളും മുൻഗണനാക്രമത്തിലെടുക്കേണ്ട വിഷയമാണ്. ഈ വരാൻ പോകുന്നത് തികച്ചും നമ്മളെ വെന്തുരുകി കൊല്ലാൻ പോലും പലരും ബുദ്ധിമുട്ടിലാണ്. ഈ ചൂടടിച്ച് സൂര്യതാപം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊന്നും ശരീരത്തിൽ നിന്ന് മായില്ല, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. പാമ്പുകൾ ഇറങ്ങി വരുന്ന ഇന്നും ഒരു മരണം നടന്നിട്ടുണ്ട് പാമ്പ് കടിച്ചിട്ട്. അപ്പം നമ്മൾ യൂസ്ഡ് അല്ലാത്ത പല കാര്യങ്ങളും, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഇലക്ട്രിസിറ്റി കട്ടുകൊണ്ടും ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടും. നാച്ചുറലി നമുക്ക് AC ഇടാത്ത ആൾക്കാർ AC മേടിക്കുന്നു, അത് ഇട്ട് തന്നെ കിടക്കുന്നു. ഇന്നൊരു ഇതുപോലും ഉണ്ടായിട്ടുണ്ട്,
ഉണ്ടായിട്ടുണ്ട്, ഡൈവോഴ്സ് കേസ് പോലും ഉണ്ടായിട്ടുണ്ട്. AC വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി കിട്ടുന്ന കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാലങ്ങളും ദുരിതപൂർണ്ണമായിരിക്കും. കൂടുതൽ അണക്കെട്ട് വരട്ടെ, അല്ലെങ്കിൽ സോളാറിലേക്ക് ആളുകൾ മാറട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബാക്കി പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ളത് മാത്രം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കട്ടെ. അതൊക്കെ ഇവരെടുക്കേണ്ട തീരുമാനങ്ങൾ, പുതിയ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. കാരണം കേരളം പോകുന്നതിന് വരുന്ന കാലങ്ങളിലും ധാരാളം ആവശ്യം ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്കുണ്ട്. അപ്പോൾ വരുന്ന ഗവൺമെൻറ്റെങ്കിലും ഞങ്ങളെ ഇങ്ങനെ എന്താ ചുട്ട് കരിച്ച് ഒരു ജീവിതം ഞങ്ങൾക്ക് തരല്ലേ എന്ന് മാത്രം നമുക്ക് പറയാമല്ലോ. ഇതൊരു ചൂടല്ലേ. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.